മോഹൻലാലിൻ്റെ 4 സിനിമകൾ 50 കോടി ക്ലബിൽ ഇടം നേടി. പൃഥ്വിരാജിൻ്റെ 3 ചിത്രങ്ങളും നിവിൻ പോളിയുടെ 1 ചിത്രവും 50 കോടി ക്ലബിലെത്തി. എന്നിട്ടും ഒരു മെഗാസ്റ്റാർ ചിത്രം ആ പട്ടികയിലില്ലായിരുന്നു. എന്നാൽ ഇത് ആദ്യമായി ഒരു മമ്മൂട്ടി ചിത്രം 50 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു. നവാഗതനായ ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ ആണ് മമ്മൂട്ടിയുടെ മാനം രക്ഷിച്ചത്. 19 ദിവസം കൊണ്ടാണ് മമ്മൂട്ടി ചിത്രം 50 കോടി ക്ലബിലെത്തിയത്. മാർച്ച് 30-നാണ് ആഗസ്റ്റ് സിനിമാസിൻ്റെ നിർമ്മാണത്തിൽ ദ ഗ്രേറ്റ് ഫാദർ തിയേറ്ററിലെത്തിയത്. ആദ്യ ദിവസം തന്നെ 4,31,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടി മമ്മൂട്ടി ഞെട്ടിച്ചു. ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം 28 കോടി രൂപയാണ് ഗ്രേറ്റ് ഫാദർ നേടിയത്. കേരളത്തിൽ റിലീസ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ്, അതായത് മാർച്ച് 31-നാണ് ദ ഗ്രേറ്റ് ഫാദർ കേരളത്തിന് പുറത്തെത്തിയത്. 18 ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം കേരളത്തിന് പുറത്തു നിന്ന് നേടിയത് 7,83,00,000 രൂപയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ചിത്രം മോശമല്ലാത്ത കളക്ഷൻ നേടി. ഏപ്രിൽ 13-നാണ് UAE ഗൾഫ് രാജ്യങ്ങളിൽ ദ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്ത് 6 ദിവസത്തിനുള്ളിൽ 13,38,00,000 രൂപ അവിടെ നിന്നും ചിത്രം നേടി. അങ്ങനെ ആകെ മൊത്തം ടോട്ടലായി ഇതുവരെ ദ ഗ്രേറ്റ് ഫാദർ നേടിയത് 50,07,00,000 രൂപയാണ്. വെറും 7 കോടി രൂപയ്ക്ക് ഒരുങ്ങിയ ചിത്രം ഇത്രയും വലിയ ഗ്രോസ് കളക്ഷൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേടുന്നത് വിജയം തന്നെയാണ്. ആദ്യമായാണ് ഒരു മമ്മൂട്ടി ചിത്രം 25 കോടിക്ക് മുകളിൽ കയറുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ കളിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടെ USA, യൂറോപ്പ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പുലിമുരുകന് പിന്നാലെ ഗ്രേറ്റ് ഫാദറും എത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. റിലീസ് ചെയ്ത ഇടങ്ങളിലെല്ലാം ചിത്രം ഇപ്പോഴും മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ.